ആശേ എന്നെ ഒന്ന് സഹായിക്കുന്നതിന് വരെ നീ ഫോണെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണോ? ഒന്ന് സഹായിച്ചെന്നേ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ നല്ല രസല്ലേ? എന്നെ ഒരു ഫോട്ടോകാരൻ ഇവിടെ ഉണ്ടായ പുകില് ചില്ലറയൊന്നും അല്ല. എനിക്കെങ്ങും കണ്ട ഒരു ഫോട്ടോ. ഒന്നുമില്ല, നീ ഒന്ന് അരിഞ്ഞേ. അതല്ല അച്ഛൻ എന്തോ ഒരു ഫോട്ടോയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു, അതെന്താ? അതെനിക്കറിയത്തില്ല, നീ അച്ഛനോട് ചോദിച്ചു. എന്നാലും അതെന്തായിരിക്കും? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, നീ ഇതൊന്നും ഒന്ന് അരിഞ്ഞു തന്നെ ആശേ. അരിയാം, ഞാൻ ഓർത്തേ സുമേഷ് അച്ഛൻ്റെ അമ്മയുടെ ഏതോ പഴയ ഫോട്ടോ കുത്തിപ്പൊക്കി കാണുന്നു. ഇവിടെ ആരും ഒന്നും കുത്തിപ്പൊക്കിയിട്ടൊന്നുമില്ല. അത് വിട് നീ. പിന്നെ അത് തന്നെ പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? എന്നാലും അത് ഏത് ഫോട്ടോ ആയിരിക്കും? നാത്തിനിപ്പോ സമാധാനമായല്ലോ. എന്താടി നാത്ത് പറഞ്ഞിട്ടാണ് ആ സുമേന്റെ അടുക്ക ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തരുന്നത്. അതിനിപ്പോ എന്തുറ്റി? എന്നിട്ട് ഇപ്പൊ അവൻ എന്നെക്കാ വലുത് ഇന്നലെ വന്നവളുമാരാ. ഏതവള്? ദമയന്തിയുടെ മോള്. എന്താ? എന്റെ നാത്തു ആ പെങ്കൊച്ച് ഇപ്പൊ എപ്പോഴും സുമയുടെ റൂമിലാ. അവളെന്തിനാ അവന്റെ മുറി പോന്നേ? ഓയിൽമെന്റ് കൊടുക്കാനെന്ന്. അത് അവളുടെ വല്ല ഓയിൽമെന്റും കാണുമായിരിക്കും, അപ്പം കൊണ്ട് കൊടുത്തായിരിക്കും അല്ലേ? ശരി, ഓയിൽമെന്റ് കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്നും കൊടുത്തേക്കോന്ന് പറയാം, അല്ലെ കൊണ്ട് കൊടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഇങ്ങനെ പുരട്ടി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രല്ല, നമ്മുടെ മോൻ പറഞ്ഞ എന്താണെന്നറിയാവോ? 1 വീതം 3 നേരം അവള് തന്നെ ചെന്ന് പുരട്ടി കൊടുക്കാൻ. അവൾ ഓക്കെയും പറഞ്ഞു. ശരിക്കും അവൻ അങ്ങനെ പറഞ്ഞാ? അമ്മക്ക് ഡൗട്ട് ഉണ്ടെ ചെന്ന് നോക്ക്. എന്നാ ഞാനൊന്ന് അവനോടൊന്നും ചോദിക്കട്ടെ. നിക്ക്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അമ്മയോ ഞാനോ പറഞ്ഞ അവൻ കേൾക്കാൻ പോകുന്നില്ല. നാത്തു സംസാരിക്കും. ഞാനെന്ത് സംസാരിക്കും? നാത്തുവല്ലേ എന്നെ സംസാരിക്കാൻ വിട്ടത്. ഞാൻ പറഞ്ഞ കേൾക്കത്തില്ലെന്ന് മനസ്സിലായില്ലേ? ചെറുക്കന്റെ ഭാവി വേണോ? അപ്പൊ നാത്തു അതിന്റെ തഞ്ചത്തിന് അങ്ങ് എന്ന് സംസാരിച്ചാ മതി. ഇല്ല ഇത് കുളമാവും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ എന്ത് പറയാൻ, അവളെ കൊണ്ട് ഓയിൻമെന്റ് പരട്ടിക്കാൻ പാടില്ലെന്നോ? പണി വരുമ്പോ ആരാന്ന് വെച്ചാ വാങ്ങിച്ചോ. നീ ഒന്ന് പോയി ചോദിക്കണ്ട ആശേ. പോന്നാത്തോ പെണ്ണ് ദിവസം കൂടി ഇനി വരാനുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നീ ഒന്ന് കയ്യും തന്നെ പിടിച്ചേ. ഈ അടുക്കളയിലോട്ട് കാര്യം പറയാൻ വരാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് നീ ഇവിടെ അരിഞ്ഞോണ്ട് കാര്യം പറഞ്ഞു. അല്ലല്ല, അവളിപ്പോ എല്ലാരെയും സഹായിക്കാൻ നടക്കും. അവളെ വേണേ വിളിക്കാം. വേണ്ട, നീ അരിഞ്ഞെന്നാ മതി. ഇപ്പൊ ഇത് കിട്ടിയില്ലേ? എന്തോ കിട്ടി? അല്ല, ഇത് കരുത്തിൽ ഇതിങ്ങനെ ആയില്ലേ? ഇത് സൂര്യതാപമാണോ സൂര്യഘാതമാണോ? ഫോട്ടോസിന്തസിസ്. സൂര്യഘാതം സൂര്യതാപം ഒന്നാണ്. ഒന്നാണ് അല്ലേ? ഇതിപ്പോ ചിറ്റപ്പനെ കിട്ടി, എനിക്ക് അറിഞ്ഞൂടാ. ഇതങ്ങനെ പേര് നാളെ ചോദിച്ചിട്ടൊന്നല്ല ദേഹത്തൊന്ന് കയറുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതാ. എന്നാലും ഒരു ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഇത് സൺബേൺ ആണ്. അതിപ്പോ എല്ലാരും പറഞ്ഞിട്ടല്ലോ ചിറ്റപ്പനെ മനസ്സിലായി. അല്ല, ഞാൻ പഠിച്ചിട്ടുള്ള. എവിടെ പഠിച്ചിട്ടുണ്ട്? +2. ഞാൻ പഠിച്ചിട്ടില്ലേ? നീ പഠിക്കാൻ പഠിക്കണം. എന്തായാലും തീ കുറിച്ചതല്ലെന്നുള്ള ഒരു ഭാവം മാറിയില്ലേ? അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ വീശണ്ട. നീ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചില്ലേ? മേടിച്ചായിരുന്നോ? പിന്നെ നീ ഇതിനെ പെങ്കൊച്ചിന്റെ അടുത്ത് മരുന്ന് മേടിച്ചു? അയ്യോ, അത് UK കൊണ്ടുവന്ന് മരുന്നാണ് ഇടത്തി. അത് ഒരു വട്ടം തേച്ചാലേ നല്ല ആശ്വാസം ഉണ്ട്. നമ്മുടെ നാട്ടില് മരുന്ന് തേച്ചിട്ട് ഭയങ്കര നീറ്റിലായിരുന്നു. അത് 1 മണിക്കൂർ തേച്ചാൽ എല്ലാം ഇതും മാറും. അതെ. നിന്നോട് ചോദിച്ചായിരുന്നോ? അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് ഇവിടെ വേറെ ആരെ കൊണ്ടെങ്കിലും പരട്ടിച്ച പോരായിരുന്നോ? കിളി പരട്ടി തരില്ലായിരുന്നോ? ഞാൻ അവള് മിണ്ടത്തിൽ ചേട്ടത്തി അറിയത്തില്ലേ? എടാ, ഞാൻ പറഞ്ഞു വിട്ടിട്ട് നിന്നോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവള് വന്നതായിരുന്നു. അവള് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല. അവള് വായത്തൊന്ന് മൊത്തം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. എടാ, നീ ബാക്കിയുള്ളവരെ പറഞ്ഞു പറ്റിക്കുന്നല്ലോ, എന്നെ പറ്റിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. ചേട്ടത്തി, ഞാൻ പറഞ്ഞു പറ്റിച്ചെന്നൊരു സത്യമായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളല്ലേടാ. പറ്റിക്കുന്ന സ്വഭാവമൊക്കെ നിർത്തിയമ്മ ഇപ്പൊ ഡീസന്റ് ആണ്. ആണോ? അപ്പൊ പറ്റിക്കുന്ന സ്വഭാവം നീ തുടങ്ങി കാണും. ഇപ്പൊ അവളെ ഇങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാൻ നിനക്ക് വേണ്ടി പറഞ്ഞു വിട്ട ഞാൻ ആരായി? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്, ഇനി മേല നിന്റെ ഒരു ഒറ്റ കാര്യത്തില് ഞാൻ ഇടപെടുകയില്ല. അല്ല, സത്യമായിട്ട് അവള് ഇവിടെ വഴക്കുണ്ടാക്കുന്നത്. ഞാൻ അവിടെ ആയിക്കോട്ടെ, ഞാൻ ഇടപെടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ശംഭു, ഇവന്റെ കൂടെ നടക്കുന്നത് ശ്രദ്ധിച്ചോ നീ? ഞാൻ ഒരു കാര്യം പറയട്ടോ, എനിക്കൊരു പേടി. ചീത്തപ്പനോട് നടന്ന എനിക്ക് ഇനി ചീത്ത പേര് കിട്ടിയാലോ? ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ലല്ലോ. വീശി